ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1 ശമൂവേൽ 17 അധ്യായം അതിൻ്റെ 47 വാക്യം. കർത്താവ് വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാനിട വരും. യുദ്ധം കർത്താവിനുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഇത് വെറും ഒരു ഇടയച്ചെറുക്കനായ ഇടയബാലനായ ദാവീദിൻ്റെ വാക്കുകളാണ്. കഴിഞ്ഞ 40 ദിവസമായിട്ട് ഇസ്രായേലും ഫിലിസ്തീനും തമ്മിൽ യുദ്ധമാണ്. ഇസ്രായേൽ ജനമെല്ലാം തോറ്റോടുകയാണ്. അവർക്ക് ഭയമാണ്. കാരണം ഈ ഫിലിസ്തീർ അവരുടെ മുമ്പാകെ വലിയൊരു ആജാനുബാഹുവായ ആകാശം മുട്ട ഉയർന്നു പൊങ്ങിക്കുന്ന ഒരു തിന്മയെ, ഗോലിയാത്ത് എന്ന മല്ലനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവർ ഈ ഗോലിയാത്ത് എന്ന ഈ തിന്മയെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്, യുദ്ധം ചെയ്യുന്നത്. അവർ പറയുകയാണ്, ഈ യവനെ ആരെങ്കിലും തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം നിങ്ങൾ തോൽക്കും. കാരണം തിന്മയെ തോൽപ്പിക്കാൻ അസാമാന്യമായ ശക്തി വേണം. അവർക്കറിയാം, തിന്മയെ കൊണ്ട് ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും തിന്മയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതും ചെയ്യുന്നതും. അധികാര വർഗങ്ങളായാലും ശരി, അല്ലെങ്കിൽ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായാലും ശരി, ഈ തിന്മയെ കൊണ്ടാണ് അവർ മിക്കവാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെയും ഫിലിസ്തീർ അവർ യുദ്ധം ചെയ്യിക്കുന്നത് ഈ തിന്മയും കൊണ്ടാണ്. ആജാനുബാഹുവായ ഒരു മല്ലൻ, ഗോലിയാത്ത് എന്നൊരു മല്ലൻ. ആ മല്ലനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് അടിമയായിക്കൊള്ളാം. നിങ്ങൾ ആരെങ്കിലും ധൈര്യമുള്ള ഒരാൾ വന്നിട്ട് ഇവനെ തോൽപ്പിക്കുക, ഇവനെ കീഴ്പ്പെടുത്തുക, എങ്കിൽ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അടിയറ വെച്ചേക്കാം, കീഴ്പ്പെട്ടിരിക്കാമെന്ന് പറയാം. എന്നാൽ അവർക്കറിയാം, കാരണം തിന്മയെ ജയിക്കാൻ അത്ര നല്ല എളുപ്പത്തിൽ സാധിക്കത്തില്ല എന്നവർക്കറിയാം. അപ്പം അങ്ങനെ ഈ തിന്മയെ, ഈ ഗോലിയാത്തിൻ്റെ ആ ശരീരവിവരണം അവിടെ പറയുന്നുണ്ട്. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കെൽ തൂക്കമുള്ള ഒരു താമര കവചവും ധരിച്ചിരുന്നു. അവന് താമരം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ശേക്കെൽ ഇരുമ്പായിരുന്നു. ഒരു പരിചയക്കാരൻ അവന് മുമ്പേ നടന്നു. അവൻ നിന്ന് ഇസ്രായേലിനോട് വിളിച്ചു പറയുകയാണ്, വെല്ലുവിളിക്കുകയാണ്. ഇത്രയും ആടയാഭരണങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അവൻ്റെ ഒരു അലകെന്ന് പറയുന്നത്, അതായത് ആ കുന്തത്തിൻ്റെ അലക് തന്നെ 600 ശേക്കെൽ ഭാരമുണ്ടെന്ന് പറഞ്ഞു. അത്രമാത്രം ഉള്ള ഒരാൾ വന്ന് വെല്ലുവിളിക്കുകയാണ്. ആർക്കും ധൈര്യപ്പെടുന്നില്ല. ഇസ്രായേലിൽ നിന്ന് ഒരാൾക്കും, പോയവരൊക്കെ ധൈര്യപ്പെട്ട ഞാൻ വീരവാദം അടിച്ച് പോയവരെയൊക്കെ അവന് ഒരു ഉറുമ്പിനെ ഞെരിച്ച് കൊല്ലുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിലെ പുഴുവിനെയൊക്കെ ചവിട്ടരിക്കുന്ന പോലെ കൊല്ലുക. എല്ലാവരും ഭയന്നിരിക്കുകയാണ്. കഴിഞ്ഞ 40 ദിവസമായിട്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കൊരു ശീലമായി ഇത്. അതായത് കേട്ട് ഇപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ആയിക്കാണോ, അത് കേൾക്കാതെ അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അപ്പം ഇങ്ങനെ ഒരു ഭീതിയുടെ നടുവിൽ ഇസ്രായേൽ ജനം ഇരിക്കുമ്പോഴാണ് ദാവീദ് ഇടയവാലിനെ അങ്ങോട്ട് ചെല്ലുന്നത്. ഈ ദാവീദ് നമുക്കറിയാം, എഫ്രാത്യനായ ഇശായിയുടെ ഇളയ മകനാണ്. എട്ടാമത്തെ മകനാണ്, ഇളയ മകനാണ്. അവന് ഇടയച്ചെറുക്കനാണ്. മറ്റ് 7 പേരെയും നല്ല ആയോധനകളിലൊക്കെ അഭ്യസിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഇവനെ ഒരു ഒന്നുമല്ലാത്തവനായിട്ട്, ഒരു ഇടയബാലനായിട്ടാണ് വളർത്തുന്നത് അവിടെ. അപ്പം ഈ ഇശായിയുടെ മൂത്ത 3 മക്കൾ ഈ പടയാളികളായിട്ടുണ്ട്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് ഇശായി അതിരാവിലെ തന്നെ കുറേ പലഹാരങ്ങളും അപ്പവും ഒക്കെ ആയിട്ട് കൊടുത്തു വിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ യുദ്ധമുഖത്തോട്ട് വരുമ്പോഴാണ്, കാരണം യവന് അല്ലാതെ ഈ ഇത് കാണാനൊക്കെ വലിയ ആഗ്രഹമുണ്ടെങ്കിലും അവനെ വിടത്തില്ല. അപ്പോൾ അങ്ങനെ യവനിങ്ങനെ വരുമ്പോഴാണ് ഈ ഗോലിയാത്ത് എന്ന മല്ലൻ ഇങ്ങനെ കിടന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സഹോദരനോട് ചോദിക്കുന്നുണ്ട്, യവൻ ആരാ വെല്ലുവിളിക്കാൻ, ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിക്കത്തക്കവണ്ണം ഈ അഗ്രധർമ്മി ആരെന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പം അവർ വിലക്കാണ് ഈ സഹോദരൻ, നീ ഒരു അഹങ്കാരിയാണെന്നൊക്കെ പറയും. കാരണം അല്ലേ തന്നെ യവന് ഒരു ഇടയബാലനാണ്, വളരെ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനോട് ചോദിക്കുമ്പോൾ അഹങ്കാരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ എന്താ അഹങ്കാരം ചെയ്തത്, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി സംസാരിച്ചല്ലോ എന്ന് പറയാണ്. പലപ്പോഴും പ്രിയരെ, ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും ദൈവത്തിന് സംസാരിക്കുമ്പോഴും ഇതുപോലൊക്കെ
പരിഹാസങ്ങളൊക്കെ നമുക്ക് ഏൽക്കേണ്ടി വരും. ഒടുവിൽ ആ സഹോദരങ്ങളിൽ നിന്നുള്ള തൃപ്തമായ ഒരു മറുപടി കിട്ടാഞ്ഞ് പലരിൽ നിന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഈ മല്ലന് ഇതുപോലെ നിന്ന് നിരന്തരം ഇസ്രായേൽ എൻ്റെ ദൈവത്തെ വെല്ലുവിളിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവൻ്റെ ശരീരം, അവൻ്റെ രക്തം തിളയ്ക്കുകയാണ്, തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിളയ്ക്കാൻ. അപ്പോൾ ഒടുവിൽ അവൻ പറയുക എൻ്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുക, ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഒടുവിൽ ഈ വാർത്ത ഇസ്രായേലിൻ്റെ രാജാവായ ശൗൽ അറിയുകയും അവനെ വിളിപ്പിക്കുകയും ചെയ്യാണ്. വിളിപ്പിക്കുക ചെയ്യുന്നപ്പം നോക്കുമ്പോൾ ചെറിയൊരു ബാലൻ. ശൗലിനറിയാം അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ അങ്ങോട്ട് ചെല്ലുമ്പം മറ്റാൾക്കാരെ ഞെരിച്ചു വന്ന പോലെ എവനെയും ഗോലിയാത്ത് കൊല്ലുമെന്നൊക്കെ അറിയാം. ഒടുവിൽ ഇവൻ നിർബന്ധം ഞാൻ അവനെ കൊല്ലുമെന്ന് പറയുകയാണ് വളരെ ധൈര്യത്തോടെ. എന്നിട്ട് ഉദാഹരണം പറയുന്നത്, ഞാൻ പിന്നെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരടിയെ കൊന്നിട്ടുണ്ട്, സിംഹത്തെ കൊന്നിട്ടുണ്ട്, ചെന്നായെ വലിച്ചടിച്ചിട്ടു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശൗലിനറിയാം അതൊക്കെയെന്ന് പറയുന്നത് ഇതൊന്നുമില്ലാത്ത, അവന് വലിയ ആയുധ സന്നാഹങ്ങളുമായിട്ട് അവൻ്റെ മുമ്പിൽ പരിചയക്കാരുണ്ട്. അവരൊക്കെ നിൽക്കുമ്പം ഇവനെ എങ്ങനെ അത്രമാത്രം ആശമുട്ടായി നിൽക്കുന്ന ഒരു വാളിൽ, ചെറിയൊരു ഉറുമ്പിനത്രയുള്ള ഇടയവാലിന് ആയോധനകളിലൊന്നും നിപുണമില്ലാത്തവൻ എങ്ങനെയാണ് കീഴടക്കുന്നുള്ള ആ ഒരു ചിന്ത ശൗലിനുണ്ട്. ഒടുവിൽ യവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, ദാവീദിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശൗൽ പറയുവാണ്, എന്തായാലും നീ മരിക്കാൻ പോവുകയാണ്, നീ എൻ്റെ ഒരു പടയാളിയായിട്ട് പൊക്കൂ എന്ന് പറഞ്ഞിട്ട് അവനെ ഈ താമര ചിരസ്ത്രം, അത് കഴിഞ്ഞിട്ട് ഈ പടയങ്കി, കാൽച്ചട്ട എല്ലാം കൊടുത്തിട്ട് അവനെ ധരിപ്പിച്ച് അവന് വാളും കൊടുത്ത് വിടുകയാണ്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ അവനെ വീഴാൻ പോകാൻ, കാരണം അവനെ ധരിച്ച് ശീലമില്ല, പടയങ്കികളൊക്കെ ധരിച്ച് ശീലമില്ല, അവൻ ഇടറിപ്പോവുകയാണ്, വീഴുകയാണ്. ഒടുവിൽ ദാവീദ് പറയുന്നുണ്ട്, എനിക്ക് ശീലമല്ലാത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയിട്ട് അവന് സാധാരണ നിലയിൽ ഒരു ഇടയബാലനായിട്ട് തന്നെ പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ 5 മിനുസമുള്ള കല്ലിലെടുത്തെന്നാണ് പറഞ്ഞത്, കവണയുണ്ട്. പോകുമ്പോൾ അവൻ്റെ ആ മുമ്പോട്ടുള്ള വരവ് കണ്ടപ്പോൾ ഗോലിയാത്ത് പറയുകയാണ്, നീ എന്തുവാ, ഞാൻ നായാണോ എന്നെ ഒരു കല്ലും കവണിയുമായിട്ടൊക്കെ വരാനെന്ന് പറയുമ്പോൾ ആ സമയത്ത് പറയുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. നീ വലിയ ഇതൊക്കെ ധരിച്ച് നിൽക്കുമ്പോൾ ഞാൻ വരുന്നത് എൻ്റെ കർത്താവിനെ ധരിച്ചുകൊണ്ടാണ്, എൻ്റെ ദൈവത്തെ ധരിച്ചുകൊണ്ടാണ് വരുന്നത്. നിന്നെ ഇന്ന് ഈ കാക്കകൾക്കും മൃഗങ്ങൾക്കും ഇരയാക്കുമെന്ന് പറയാൻ. അപ്പോഴൊക്കെ കേൾക്കുന്നവരൊക്കെ പരിഹസിച്ചിരിക്കുകയായിരിക്കും. അങ്ങോട്ട് ചെല്ലുന്നു, ആ ഗോലിയാത്തും ഇവനെ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്നു, പഴിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ട് വരുന്നു. അങ്ങോട്ട് പോകുന്ന പോക്കിൽ ഒന്നുമില്ലാത്ത നിസ്സാരമായി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഒരു കല്ലെടുക്കുന്നു, ഒരു കവണയെടുത്ത് അവൻ്റെ തിരുനെറ്റിയിലേക്ക് പായിക്കുന്നു. അത് തറച്ച് എന്ന് ഗോലിയാത്തോടെ വീഴുകയാണ്. എന്നാൽ ഗോലിയാത്തിൻ്റെ തന്നെ വാളെടുത്ത് അവനെ കൊല്ലുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണേണ്ടത് യുദ്ധം ദൈവത്തിനുള്ളത്. ഈ തിന്മയെ ജയിക്കാൻ, ഈ ലോകത്തിലെ തിന്മകളെ ജയിക്കാൻ, ഈ തിന്മയെന്ന് പറയുമ്പോൾ ഗോലിയാത്ത് ഒരു തിന്മയാണ്. അവൻ മാടി വിളിക്കുകയാണ് നമ്മളെ. ഈ ലോകത്തിൻ്റെ തിന്മ, ജഡമോഹം, കൺമോഹം, ജീവൻ്റെ പ്രതാപം, ഇതൊക്കെ അടങ്ങുന്നതാണ് ഈ ഗോലിയാത്ത് എന്ന തിന്മ. ആ തിന്മയിലേക്ക് നമ്മളെ മാടി വിളിക്കുക, വാ, നിങ്ങൾക്ക് ധൈര്യമുണ്ടേ വാ. അപ്പം നമ്മൾ ആ തിന്മയെ ജയിക്കുവാൻ ചിലർക്ക് സാധിക്കത്തില്ല. ആ തിന്മയെ ജയിക്കാൻ ശൗലിൻ്റെ തന്നെ ആ സംസ്കാരം, ശൗലിൻ്റെ സംസ്കാരം ഈ ലോകത്തിൻ്റെ സംസ്കാരമാണ്. വലിയ ശിരസ്ത്രം, പടയങ്കി, വലിയ വാള് ഒക്കെ ആയിട്ട് ആ തിന്മയെ ജയിക്കാൻ ഈ ലോകത്തിൻ്റെതായ തിന്മകൾ കൊണ്ട് പോവുകയാണ്. വാളും ഒക്കെ കൊല ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അല്ലെ പ്രതാപത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ സ്ഥാനത്തിൻ്റെ പ്രതാപമാണ്. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ആ തിന്മയെ ജയിക്കാൻ, തിന്മയെ തിന്മ കൊണ്ട് ജയിച്ചാൽ നമ്മൾ ഇടറി വീഴും. നമുക്ക് ശീലമില്ലാത്ത ചെയ്താൽ, മദ്യത്തിനും മയക്കുമരത്തിനും ജഡമോഹങ്ങളൊക്കെ നമ്മളെ മാടി ഈ ലോകം വിളിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ മാടി വിളിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇതുപോലെ ഇടറി വീഴുമെന്നുള്ളത്. ആ തിന്മയെ ജയിക്കാനായിട്ട് നമുക്ക് വേണ്ടത് കൃപയാണ് വേണ്ടത്. ഈ കവണയും കല്ലുമൊക്കെ ഒരു കൃപയുടെ അടയാളങ്ങളാണ്. ഇടയബാലൻ്റെ എളിമ, ആ എളിമയോടുകൂടി നമുക്ക് ഈ തിന്മകളെ ജയിക്കുവാനായിട്ട് പടയങ്കിയോ വാളോ പരിചയോ ഒന്നും വേണ്ട. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, നമ്മൾ ദൈവത്തെ ധരിച്ചാൽ മതി. ഈ ദൈവത്തെ ധരിക്കുമ്പോൾ ഒരു തിന്മകളും നമ്മളെ ബാധിക്കുകയില്ല എന്നാണ് ഈ ദാവീദിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഇടയബാലനാണ് പിന്നീട് ശക്തനായ ഇസ്രായേലിൻ്റെ രാജാവായത്. അപ്പോൾ നമുക്ക് ദൈവത്തെ ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ തിന്മകളെ ജയിക്കുവാൻ കഴിയുന്നുവെങ്കിൽ
അവിടെ നമ്മൾ കർത്താവ് എവിടേക്ക് ഉയർത്തും, നമ്മുടെ ദൈവം നമ്മുടെ എല്ലാവർക്കും മേലെയായിട്ട് ഉയർത്തുമെന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ തിന്മയെ ജയിക്കുവാനായിട്ട് നമുക്ക് ശൗലിൻ്റെ സംസ്കാരമായ വാളും പരിചയം നമുക്ക് ശീലമില്ലാത്ത ഒന്നുമല്ല. നമുക്ക് ശീലമുള്ളത് ആ ദൈവകൃപയാണ്. ആ ദൈവകൃപ പ്രാർത്ഥിച്ച് പരിശീലനത്തോടെ നേടിയെടുക്കുവാനായിട്ട് കഴിയണം. ജീവിതത്തിൽ ദൈവകൃപയുണ്ടെങ്കിൽ നമുക്ക് ഏത് തിന്മയും ജയിക്കുവാനായിട്ട്, ഏത് തിന്മയും കീഴടക്കുവാൻ സാധിക്കും. ആ തിന്മകളെ ജയിക്കുവാനായിട്ട്, ദൈവകൃപയിൽ ജീവിക്കുവാനായിട്ട് ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.